ആരുടെ അമ്മയുടെ പേരെടുക്കണേ പാച്ചിൽ വണ്ടി എടുക്കണ സാർ ഒരാളെ മാറിക്കണം സാർ ഞങ്ങൾ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാർ അവിടെ മാറിക്കല്ലേ പറഞ്ഞു സാർ പ്ലീസ് പറയുന്നത് സാർ പരിക്കേറ്റ് കിടക്കാൻ സാർ എങ്ങനെ പ്ലീസ് സാർ എന്താണ് കൈവറാൻ മോനെ കിടന്ന് മെഴുകുന്നത് നീ ആ ചേരിക്കാരുടെ നേതാവാണല്ലോ എന്താണ് മന്ത്രി വരുമ്പോൾ നിന്റെ ഒരു ഞങ്ങൾ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാർ സാർ ഒരാളെ ആശുപത്രി കൊണ്ടുപോകാൻ എന്താണ് നിന്റെ വണ്ടി ആംബുലൻസ് ആണോ സാർ ഒരു പോലീസുകാരനാണ് സാർ വളരെ സീരിയസ് ആയിട്ട് മിനിസ്റ്റർ പാലം കിടന്നു മെസ്സേജ് കിട്ടി. അയ്യോ കൊല്ലം പറ്റോ हमारे बेटे അടികൊണ്ട് വീണ ഒരു പോലീസുകാരനാ അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിനിടയ്ക്ക് ഇവരെല്ലാവരും കൂടെ ഞങ്ങള് ഇങ്ങനെ തള്ളി ചവച്ച് എന്തിനാണ് സാർ ഈ അകമ്പടിയും പരിവാരവും ഒക്കെ ഒരു ഞൊടി നേരം കൊണ്ട് അങ്ങേക്കെതിരെ ഒന്ന് കടന്നു പോകാനോ കണ്ടോളൂ സാർ ജനങ്ങളാ വോട്ട് ചെയ്തെന്നൊരു മഹാപാപമേ ചെയ്തിട്ടുള്ളൂ അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത് ഉത്സവം കാണാൻ തടിച്ചുകൂടിയതല്ല ഇവരാരും തടഞ്ഞു നിർത്തിയതാ അങ്ങേക്ക് മിന്നൽ പോലെ പാഞ്ഞു പോകാൻ ഞങ്ങൾ കരമടയ്ക്കുന്ന കാശ നിങ്ങളുടെ ഈ വാഹനങ്ങളുടെ വീലിന്റെ അത്ത് സ്പ്രിങ്ങും എല്ലാം എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതച്ചരച്ചിട്ടുള്ളത് എത്ര അമ്മമാരുടെ കണ്ണീര് ശാപമുണ്ട് സാറേ എന്തിനാണ് സാർ ആരോട് പന്തയം വെച്ചിട്ടാ നിങ്ങൾ ഈ ഭൂമി ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് ജനങ്ങളോടോ പറയണോ സാർ ആരെയാ നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് ഇവരെയോ എടോ സദാനന്ദ നന്നായിട്ട് കൊടുത്തല്ലോ അല്ലേ ശരിക്കും കുറിച്ച് സാർ. ഇനി ഒന്നും ചെയ്യണ്ട വെറുതെ നാളത്തെ പത്രത്തിൽ അടിച്ചു വരും എവനൊക്കെ ചുമ്മാ അങ്ങ് പ്രശസ്തനാവും ഹലോ ഡിവൈഎസ്പി സാധനം കൊടുക്കൂ നമ്പ്യാർ സാറിനെ സംസാരിക്കാൻ. നമ്പ്യാരാണ്. എന്താ അവന്റെ പേര്? ഗോപാലകൃഷ്ണൻ അല്ലേ? ഒരു സാധാരണ ആ ഗോപാലകൃഷ്ണന്റെ പേരില് കേസൊന്നും ചാർജ് ചെയ്യണ്ട. ഇതാ പറയുന്നത് പോലീസുകാരൻ എന്നും പോലീസ് തന്നെയാന്ന്. പൊളിറ്റിക്സ് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. എടോ പറയുന്നത് അങ്ങോട്ട് കേക്ക്. കേസ് ചാർജ് ചെയ്യാൻ പാടില്ല. ആ ചേരിയിലുള്ള സകല റാസ്കൽസും വെളിയിൽ എന്റെ മുറ്റത്ത് വന്ന് കൂടി നിൽക്കുക. തന്റെ കൈ അത്രയ്ക്ക് അങ്ങ് തരിക്കുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് പിന്നെ വല്ല കള്ളക്കേസിലും കൊടുക്കാം, എന്നിട്ട് തല്ലിച്ചവയ്ക്കാം. തൽക്കാലം ഇതൊന്ന് അടങ്ങട്ടെ. പിന്നെ മന്ത്രി എന്ന് പറഞ്ഞു പത്രക്കാരറിയരുതെന്നോ? പോരാ, അവരറിയണം, ലീക്ക് ചെയ്ത് കൊടുക്കണം. ഛേ, തന്നെ നാറ്റിക്കാനല്ലടോ, ഭക്ഷ്യമന്ത്രി താറട്ടെ. പിന്നെ ആ പോലീസുകാരനെ തല്ലിയവരെ അന്വേഷിക്കാനൊന്നും പോണ്ട, നമ്മുടെ ദേവന്റെ ആൾക്കാരാ. സർ, അവരാകെ ഇളകിയിട്ടാ. നേരിട്ടൊന്ന് സമാധാനിപ്പിച്ചാൽ.
സമാധാനിപ്പിക്കാനല്ലേ ഇപ്പോഴും ചെയ്തതൊക്കെ? എന്നാലും പ്രത്യക്ഷപ്പെടണം അല്ലേ? സർ. കേസൊന്നും ഉണ്ടാവില്ലല്ലോ. കേസൊന്നും ആവില്ലെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ IG വരെ മുട്ട് പറയും. അല്ലെങ്കിൽ നീ നോക്കിയോ, ശങ്കരൻകുട്ടി നമസ്കാരം. തല്ലി ചതച്ചു കളഞ്ഞു അല്ലേ തെമ്മാടികള്. ആ സദാനന്ദന്റെ മൂത്തുപ്പാപ്പനെ വരെ തെറി വിളിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിന്റെ പേര് കേസ് വേണ്ടാന്ന്. സമ്മതിച്ചു. ആളിത്തിരിയെ ഉള്ളെങ്കിൽ എന്താ ചങ്കൂറ്റം കാണിച്ചു നീ. ഉമരാ വാ. എന്തോ ഇവനെ വിടണ്ട, പിടിച്ചോ, നമുക്ക് വേണം. അതിപ്പോ തന്നെ നമ്മൾ ആളല്ലേ. ചേരിയിൽ ഗോപാലകൃഷ്ണൻ വാക്ക് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നാൽ പോലും മറിച്ച് ആരും ഒന്നും ചെയ്യില്ല. വലിയ സ്വാധീനല്ലേ. ഓഹോ മിടുക്കൻ. പിന്നെന്തുണ്ടോ അമ്മയ്ക്കൊക്കെ? ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ ഈ കുമാരനെ? എന്റെ ക്ലാസ്മേറ്റ് കൈവെള്ളെ കൊണ്ടു നടന്ന ഇവന്റെ അച്ഛൻ എന്നെ രാഷ്ട്രീയത്തിൽ വളർത്തിയത്. ഒടുവിൽ വീണുപോയതും എനിക്ക് വേണ്ടിയിട്ടാ. എനിക്കിട്ട് കിട്ടിയ വെട്ട് തടുത്തു. പിന്നെ എഴുന്നേറ്റിട്ടില്ല അല്ലേടോ? വേണ്ട സാർ. ഇത് വെച്ചോളൂ. വേണ്ട, ഞാൻ വാങ്ങൂല. താൻ വാങ്ങണ്ട. ഇത് തനിക്കല്ലടോ. വയ്യാതെ കിടക്കില്ലേ തന്റെ അമ്മ കുട്ടിമൂപ്പത്തി. അവർക്കാ. പഴയ നമ്പ്യാരുകുട്ടി തന്നതാണെന്നും പറഞ്ഞ് തലയാണ കീഴി വെച്ചു കൊടുക്കണം. അവർക്ക് സന്തോഷാവും. എനിക്കറിയാം. ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. എന്താ? ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞല്ലോ. നിങ്ങളുടെ ആരുടെയും പേര് കേസ് ഉണ്ടാവില്ല. അതല്ല സാർ, ഞങ്ങളുടെ ചേരിയിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ആ പൈപ്പിന്റെ ചോട്ടിന്ന തല്ലും വഴക്കും എല്ലാം. ഒരുപാട് നാളായി ഒരു പരിഹാരവും ഇല്ലാതെ അതിങ്ങനെ. അറിയാം. 947 ഉണ്ടാക്കിയ ഹിന്ദുസ്ഥാൻ സെറ്റിൽമെന്റ്, ചേരിയിലെ ശുദ്ധജല വിതരണ പദ്ധതി. ആ ടാങ്ക് പണിയിക്കാൻ ഞാൻ മന്ത്രിയായിരുന്നപ്പോ ഒരുപാട് തവണ മൂവ് ചെയ്തതാ. എവിടെ നടക്കാൻ? മാറി മാറി വരുന്ന ഭരണക്കാരിട്ട് തട്ടി തട്ടി നാശമാക്കി. ഇത്തവണ നമുക്ക് ശരിയാക്കാം. CM വരട്ടെ, ഞാൻ പ്രസ് ചെയ്യാം. ഐ വിൽ ഗിവ് എൻ അൾട്ടിമേറ്റം. ഓക്കെ, ശരി. ഒലക്കേടെ മൂട് എടോ, അത് നടക്കും തോന്നുന്നുണ്ടോ തനിക്ക്? എന്നാ അത് നടക്കുകയല്ല. ഇത്തവണ അങ്ങനല്ല സഹാബി. വാക്ക് കൊടുത്തിരിക്കാ നമ്പ്യാര്. വാക്കല്ല, വ്യാമോഹം. ഒരു ബൂർഷാ പാർട്ടി നേതാവിന്റെ പാർലമെന്റേറിയൻ വ്യാമോഹത്തിൽ അധിഷ്ഠിതമായ വാഗ്ദാനം. എന്താ മനസ്സിലായോ? അപ്പൊ നടക്കില്ല എന്ന് ചുരുക്കം. പക്ഷെ നടന്നില്ലെങ്കിലും ചേരിക്കാര് മുഴുവൻ ഇളവും. ഇളക്കാരാ തീരുമാനം. ആര് തീരുമാനിച്ചു? ആ ഗോപാലകൃഷ്ണനോ? അവന്റെ കൂടെ ആൾക്കാർ മുഴുവനും. ആരിളക്കിയാലും നമ്മളത് കലക്കും. കലക്കാ പിന്നെ ചേരിക്കകത്തൊന്നും ഒരു ഒറ്റ വോട്ട് കിട്ടില്ല സഹാബി നമുക്ക്. എടോ പവിത്ര, താൻ ആരെയാ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്? ഈ ദേവനെയോ? 28ാമത്തെ വയസ്സിൽ ഈ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ഞാൻ. എനിക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന്. ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. അപ്പൊ ചേരിയിൽ കുടിവെള്ളം കിട്ടണമെന്നാണോ സഹാബ് പറയുന്നത്? വേണ്ട, പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. എപ്പോ വേണമെങ്കിലും മുതലെടുക്കാൻ പറ്റിയ വിധത്തിൽ ചേരിയിലെ പ്രശ്നങ്ങൾ നീറി നീറി നിൽക്കണം. എങ്കിലേ നമ്മുടെ പാർട്ടി അവിടെ വേരുറയ്ക്കൂ. അറിയോ തനിക്ക്? എടോ, ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല, എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ. മനസ്സിലായോ?